പത്തനംതിട്ട റാന്നിയിലെ കൃഷിവകുപ്പ് ജീവനക്കാരന്റെ ആത്മഹത്യയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവുമായി കുടുംബം. എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായ ഭാര്യയുടെ ശമ്പളം ഡിഇഒ ഓഫീസിലെ ജീവനക്കാർ തടഞ്ഞതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബം ആരോപിച്ചു. അതേസമയം വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും കുടുംബത്തിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് മരിച്ച ഷിജോയുടെ പിതാവ് ത്യാഗരാജൻ പറഞ്ഞു. ഞായറാഴ്ച രാത്രിയാണ് 47-കാരനായ ഷിജോയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഷിജോയുടെ ഭാര്യ എയ്ഡഡ് സ്കൂൾ അധ്യാപികയാണ്. ഇവർക്ക് കഴിഞ്ഞ 14 വർഷമായി ശമ്പളം ലഭിച്ചിരുന്നില്ല. ശമ്പളം നൽകണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ ശമ്പളം തടഞ്ഞുവെച്ചു. ഇതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ഷിജോയുടെ അച്ഛൻ ത്യാഗരാജൻ ആരോപിച്ചു. ഇതിന്റെ മോനിപ്പം എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടി ഈറോഡിൽ പോയി അഡ്മിഷൻ എടുത്തു. അതിൻ്റെ പൈസ അടയ്ക്കേണ്ടത് ഈ ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ ആ പൈസ അടയ്ക്കാൻ അവനെ ആരോടും പൈസ കടം വാങ്ങും, അപ്പനോട് അന്നേരം പോലും 1 രൂപ വാങ്ങാത്തൊരു അങ്ങനെ ഒരു ജീവിതം അവൻ്റെ. അപ്പോൾ മോനെ ഞായറാഴ്ച ഒരു 7-8 പ്രാവശ്യം വാട്സപ്പ് എടുത്ത് നോക്കി ഡിയോയുടെ മറുപടി വന്നിട്ടുണ്ടോ അവരൊരു ജസ്റ്റ് ഞാനിത് തിങ്കളാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞൊരു മറുപടി ഇട്ടിരുന്നെങ്കിൽ പോലും ഇത് ഉണ്ടാവില്ലാണ്. ശമ്പള കുടിശ്ശികയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചു. അല്ല, മന്ത്രി ജനുവരിയിൽ തന്നെ ഓർഡർ കൊടുത്തു. ജനുവരിയിൽ തന്നെ മന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച, ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്ന്. ഇവിടുത്തെ ഈ പത്തനംതിട്ട ഡിഒ ഓഫീസിലെ 2 ക്ലർക്കും ഒരു സൂപ്രണ്ടുമാണ്. പാർട്ടി ശക്തമായിട്ട് ഇടപെട്ടാണ്. ഡിവൈഎഫ്ഐയുടെ നേതാവൊക്കെ പോയി. ഷിജോയുടെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള ന്യൂസ്, പത്തനംതിട്ട.